അതിൽ സത്യാസത്യങ്ങൾ മനസ്സിലാക്കി അതിനെ എതിർക്കാം. പക്ഷെ ഒരു കോമൺ കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും യോജിക്കണമെന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. ഈ വൻ വികസന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വൻ വികസന പദ്ധതി വരുമ്പോൾ നേരത്തെ പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ അത് ഒരു രീതിയായി മാറിയിരിക്കുക. അത് കുറച്ചുകൂടെ ശുഷ്കാന്തിയോടെയും ട്രാൻസ്പെറൻ്റായും അധികൃതർ കൈകാര്യം ചെയ്താൽ, ഭരണാധികാരികൾ കൈകാര്യം ചെയ്താൽ ആ പ്രശ്നം ഒഴിവാക്കാവുന്നതാണ്. തീർച്ചയായും അതെന്താണെന്ന് വെച്ചാൽ വിവാദം ഉണ്ടാക്കുന്ന സാഹചര്യം കൊടുക്കുന്നതാണ് തെറ്റ്. ഇപ്പം വലിയൊരു പ്രൊജക്റ്റ് വന്നാൽ ആ പ്രൊജക്റ്റ് ആദ്യമേ എല്ലാ കാര്യങ്ങളും അനൗൺസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒരു സംശയം തോന്നൂല. ഈ കോട്ടിൻ്റെ ഉള്ളിൽ ഈ കളർ ഷർട്ടാണ് എന്നുണ്ടെങ്കിൽ ഏത് കളറാണെന്ന് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ് തെറ്റ്. കൊച്ചിൻ വിമാനത്താവളം ഒരു വലിയ മാതൃകയായിരുന്നു. തീർച്ചയായിട്ടും അതുപോലെയുള്ള മാതൃകകൾ കേരളത്തിന് ആവശ്യമുണ്ട്. ഇന്നും PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്നർഷിപ്പ് ഇതിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഞങ്ങളത് 14 കൊല്ലം മുമ്പ് എയർപോർട്ട് ഉണ്ടാക്കി. അന്ന് എതിർത്തവരൊക്കെ ഇപ്പോൾ അതിൽ വന്ന് ഫ്ലൈറ്റിൽ വന്ന് സുഖമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ആയതുകൊണ്ട് കൊച്ചിയുടെ തന്നെ ഒരു മുഖച്ഛായ മാറ്റിയ എയർപോർട്ട് കൊണ്ട് ഇത്രയധികം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. വേൾഡിലെ എല്ലാ ക്ലാസ് എയർലൈൻസും ഡെയിലി അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ അല്ലെ ഇന്ത്യയുടെ പല സ്ഥാപനങ്ങളിലും ഒരു നായക പദവിയിൽ അല്ലെ നേതൃത്വ ബോഡിയിൽ നേതൃപരമായ പങ്ക് വഹിക്കുവാൻ ശ്രീ യൂസഫ് അലിയെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. അതിന് അംഗത്വവും അംഗീകാരവും നൽകിയിട്ടുമുണ്ട്. എവിടെയാണ് മനസ്സിന് വിഷമം തോന്നിയത്? എന്തെങ്കിലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് തോന്നിയ സന്ദർഭം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഏത് കാര്യവും ഞാനൊരു ചാലഞ്ചായിട്ട് എടുക്കാറാണ്. അത് ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും. സാധ്യമല്ലെങ്കിൽ ഞാൻ അവരോട് പറയും എനിക്കിനി സാധ്യമല്ല. അപ്പം ഞാൻ എയർ ഇന്ത്യ ബോർഡിൽ ഇറങ്ങി. ഞാനത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തു. ഞാൻ പറഞ്ഞു 3 കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്ന് ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, 2 നമുക്ക് ചെയ്യേണ്ടത് ഓപ്പറേഷണൽ എഫിഷ്യൻസി, 3 അപ്ഗ്രേഡേഷൻ ഓഫ് ദി ഫ്ലീറ്റ്. അങ്ങനെ 3 പേരിലായി പോയാലേ ഈ സ്ഥാപനം രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ എക്സ്പെർട്ടൈസും എൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലുള്ള ഒരുപാട് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അറിവ്, ഞാനിപ്പോൾ എല്ലാ കോൺഫറൻസുകളും പോയി പങ്കെടുത്ത് അവിടെ ഇരുന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ, എക്കണോമിക് കോൺഫറൻസിൽ പോയിട്ടുണ്ടെങ്കിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരിക്കും. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ വന്ന് അവരുടെ വ്യൂ അവിടെ പ്രസൻറ്റ് ചെയ്യാണ്. അത് കേട്ടിരുന്നാൽ നമുക്ക് അറിവ് വർദ്ധിക്കും. ആ അറിവുകൾ കൊടുത്ത് എന്തെങ്കിലും എൻ്റെ സ്വന്തം ബിസിനസ്സിലോ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സഹായിക്കാവുന്ന എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കൊണ്ടുവന്ന് ചെയ്യും. പക്ഷേ ഇന്ത്യയുടെ സമ്പത്ത് കാർന്നു വരുന്ന ഒരു വെള്ളാനയായി എയർ ഇന്ത്യ മാറിയില്ലേ ഇതിനകം തന്നെ? നമ്മുടെ നാഷണൽ കാരിയർ നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കാരണം നമ്മുടെ ഒരുപാട് ആളുകൾ ഇന്ത്യക്ക് പുറത്തുണ്ട്. ഒരു കലാമിറ്റി വന്നു. ഇപ്പോൾ ലിബിയയിൽ നമ്മുടെ സഹോദരന്മാരും സഹോദരികളും പെട്ടു. അവരവിടെ പോയി ജോലി ചെയ്ത് കാശയക്കുമ്പോൾ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കും. നിങ്ങൾ നല്ലവരുണ്ട്, അതാണ് ഫോറിൻ കറൻസി കൊണ്ടുവരുന്നത്. അത് ഗൾഫിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരൊറ്റ ഫോറിൻ എയർലൈൻസ് പോയിട്ട് അവരെ രക്ഷപ്പെടുത്തില്ല. എയർ ഇന്ത്യ പോയിട്ടാണ് രക്ഷപ്പെടുത്തിയത്, നമ്മുടെ നാഷണൽ എയർലൈൻസ്. കുവൈത്തിൽ നമ്മളെ 3 ലക്ഷം സഹോദരന്മാർ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ ജോർദാനിൽ പോയി. ജോർദാനിൽ അമ്മാൻ വഴിക്ക് അവരെ കംപ്ലീറ്റ് ഇവാക്യുവേറ്റ് ചെയ്തത് നമ്മുടെ എയർ ഇന്ത്യയാണ്. അപ്പോൾ അത് നമ്മളെ നാഷണൽ എയർലൈൻസ് അതേമാതിരി നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇങ്ങനെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനനുബന്ധിച്ച് നമ്മുടെ നാഷണൽ എയർലൈൻസ് നമുക്ക് വേണം. നമ്മൾ പ്രൈവറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആയതുകൊണ്ട് അത് റീസ്ട്രക്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ ഞാനും ഭാഗവാക്കാണ്. അത് വിജയിക്കുമെന്നുള്ള വിശ്വാസം, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും പ്രാർത്ഥന നടക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അതിനകത്തെ അഴിമതി, ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം EK ഭരത്ഭൂഷൺ ഇവിടെ വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, പ്രൊഡക്ഷൻ ലിങ്ക്ഡ്, അവിടെ പ്രൊഡക്ഷൻ ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ ലിങ്ക്ഡ് വേജ് ഓരോ മാസവും ശമ്പളം 50,000 കിട്ടുമെങ്കിൽ 1 ലക്ഷം രൂപ അതിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് എന്ന് പറഞ്ഞ് വേറെ വേജ് കൊടുക്കും. ഇതൊക്കെ ധൂർത്തല്ലേ? ഞാൻ ഒരു ക്യാൻസർ രോഗം വന്നിട്ട് അതെങ്ങനെ വന്നു എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം. ആ ക്യാൻസർ എങ്ങനെ ക്യൂർ ചെയ്യാമെന്ന് നോക്കേണ്ടത്, അതാണ് എനിക്ക് അതിൻ്റെ മറുപടി. 3 പെൺമക്കൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ 3 സണ്ണിൻലോ, മൂത്ത സണ്ണിൻലോ ഡോക്ടർ ഷംഷീർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടത്തുന്നു. ഈസ് ഡൂയിങ് വെൽ. എവിടെയാ? ഓൾ ഗൾഫ് രാജ്യത്ത് ഇപ്പോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവർ നന്നായിട്ട് നടക്കുന്നു. 2ാമത്തെ സണ്ണിൻലോ ലൂലു എക്സ്ചേഞ്ച് കമ്പനിയുടെ CEO ആണ്, ബിസിനസ് CEO ആണ്. ഈസ് ഡൂയിങ് വെൽ.
എൻ്റെ മൂന്നാമത്തെ സണ്ണിലും ഇപ്പോൾ ലണ്ടനിൽ പഠിക്കുകയാണ് എൻ്റെ മോളും. അപ്പൂപ്പനായോ? 4 ഗ്രാൻഡ് സൺസ് ഉണ്ട് എനിക്ക്. എല്ലാ ആൺകുട്ടികളും? എല്ലാ ആൺകുട്ടികളും. ഒരാൺകുട്ടിയില്ല ഇതൊന്നും മനുഷ്യൻ്റെ ശക്തിക്ക് അതീതമായ കാര്യമാണ്. ഞാൻ ഉറച്ച ദൈവവിശ്വാസിയാണ്. ദൈവം എന്ത് തരുന്നുവോ അത് സ്വീകരിക്കുന്നു, എന്ത് തന്നില്ലയോ അതിലും നന്ദി. കാരണം ദൈവം എന്ത് തന്നോ അതിനോട് നന്ദിയും, നമ്മൾക്ക് ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ നന്ദികേടും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഓപ്പർച്യൂണിസ്റ്റാ. എന്ത് തന്നോ അതിലും നന്ദി, എന്ത് തന്നില്ലേ അതിലും നന്ദി. അതിലും ഞങ്ങളുടെ മതം പറയുന്നു അതിലും ഹൈറുണ്ടെന്നാണ്. തരാത്തതിലും ഒരു ഹൈറുണ്ട്. അപ്പോൾ നമ്മൾ സംതൃപ്തനാകണം. ഇത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ അല്ലെങ്കിൽ പ്രതിസന്ധിയെ അതിജീവിച്ച ഒരു സന്ദർഭം ജീവിതത്തിൽ ഏതാണ്? ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഓർത്തിരിക്കുന്ന ഒരു പറഞ്ഞാൽ ഈ ഗൾഫ് യുദ്ധം വന്നപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ മൂന്നാമത്തെ മീറ്റ് എക്സ്പോർട്ടേഴ്സ്. ഷിപ്പ് നിറച്ചിട്ട് മീറ്റ് ഇറാഖിലേക്ക് വേണ്ടി കൊണ്ടുപോയി. യുദ്ധം നിന്ന് ഞങ്ങൾ ഇറാഖിലേക്ക് സ്ഥിരമായിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് യുദ്ധം വന്നത്. അങ്ങനെ ഷിപ്പ് ഇന്ത്യയിൽ നിന്ന്, ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട്, ലക്നൌലുണ്ട്, രാംപൂരുണ്ട്, ഗാസിയാബാദ് ഉണ്ട്. ഇന്ത്യയിലെ വളരെ EU സ്പെസിഫൈഡ് ഫാക്ടറീസ് ഇന്ത്യയാണ്. അങ്ങനെ മീറ്റ് ഷിപ്പ് നിറച്ചിട്ട് അവിടെ അഖാബ പോർട്ട്, കറക്റ്റ്, ജോർദാനിലെ. അങ്ങനെ ഷിപ്പ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് ഫ്രോസൺ സാധനമാണ്, $4 million സാധനമാണ്. അതാണ് ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രതിസന്ധി. അത് പോയാൽ ബാങ്കിൻ്റെ കാശ്, നമ്മുടെ ക്യാപിറ്റൽ, പിന്നെ അതെങ്ങനെ കൊണ്ടുവരും, അങ്ങനെ എല്ലാം കൂടി മാനസികമായിട്ട് ഞാൻ 17 ദിവസം അന്ന് അമ്മാനിൽ താമസിച്ചു. അമ്മാൻ ദൈവം രക്ഷിച്ചു. അത് ഷിപ്പ് എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല, വാറായ കാരണം. അങ്ങനെ ഷിപ്പ് എടുത്തു, അത് വിറ്റു, അത് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, കച്ചവട ബിസിനസിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ യുദ്ധകാലത്ത്, കുവൈറ്റ് യുദ്ധം, ആ സമയത്ത് അമേരിക്കക്കാർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്ത് എല്ലാ മിലിറ്ററിക്കും ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്യാറുണ്ട്. അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യാറുണ്ട്, മറ്റേ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ മിലിറ്ററിക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങൾ അൾജീരിയ, സിറിയ മിലിറ്ററിക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യും. എല്ലാ ഗവൺമെൻറ് അത് ഇപ്പം ഇന്നും നിലയില്ല, കൊല്ലങ്ങളോളമായിട്ടുള്ള കോൺട്രാക്റ്റാണ് അത് കണ്ടിന്യൂ ചെയ്യണം. അതൊക്കെ ഈ ബിഗ് മണി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അങ്ങനെ ബിഗ് മണി അല്ല, അതിലൊക്കെ ഒരു ലിമിറ്റഡ്. നമ്മൾ മാത്രമല്ലല്ലോ എക്സ്പോർട്ടേഴ്സ്, നമ്മുടെ മാതിരി നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ ക്വാളിറ്റി ആൻഡ് സർവീസ് നല്ലതെന്ന് തോന്നിയാൽ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കും. അതല്ല ഒരു കൊല്ലം നമ്മളുടെ പ്രൈസ് കൂടിയെന്ന് തോന്നിയാൽ വേറെ കയ്യിൽ നിന്ന് എടുക്കും. അല്ലാതെ ഒരു ബിഗ് മണി ഉണ്ടാക്കാനുള്ള ഒരു ഇതല്ല. ദിസ് എ നോർമൽ ബിസിനസ്. ലുലു സെന്ററിൽ ചെറിയ സാധനങ്ങൾ തൊട്ട് വളരെ കോസ്റ്റ്ലി ഐറ്റംസ് വരെ വിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ MA യൂസഫ് അലി എന്ന വ്യക്തി ഈ ചെറിയ കമ്പ്യൂട്ടറും മുട്ടുസൂചി മുതൽ ബാറ്ററി മുതൽ വിൽക്കുന്നതിന്റെ കണക്കു കാര്യങ്ങൾ എന്താണ് ഇതിന്റെ മാതൃക? അതിനൊക്കെ ഒരു ലോജിസ്റ്റിക് ഇതുണ്ട്. എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ഒരു സിസ്റ്റമുണ്ട്. ദാറ്റ് സിസ്റ്റം ഷുഡ് വർക്ക്. ഇപ്പോഴത്തെ പുതിയ സൂപ്പർസോണിക് യുഗമാണ്. ഒരു മുട്ടുസൂചി വിറ്റാൽ അത് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഒരു മുട്ടുസൂചി അങ്ങോട്ട് വിറ്റാൽ അത് കമ്പ്യൂട്ടർ അടിക്കുമ്പോൾ അത് നമ്മുടെ ഇൻവെൻട്രിയിൽ നിന്ന് കുറയുകയും അത് ബൈയിങ് ടീമിലേക്ക് പോവുകയും അത് ക്യാഷ് വരികയും, അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു സിസ്റ്റം. അങ്ങനത്തെ സിസ്റ്റമാണല്ലോ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ റീറ്റെയിൽ ഉപയോഗിക്കുന്നത് വേൾഡിലെ ഏറ്റവും നല്ല സാപ്പ് സിസ്റ്റമാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ടൈം അനുസരിച്ച് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലേ ഞങ്ങൾക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഈ മക്കളാരും ബിസിനസ്സിലില്ല? ഇല്ല. എന്തുകൊണ്ട്? അടുത്ത അതൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. അതിനുള്ള സമയമായില്ല? അതെ, സമയമായിട്ടില്ല. സമയമായ അതിനുള്ള ട്രെയിനിങ് കൊടുക്കും. ഇവിടെ UAE കൗൺസിലേറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു പ്രധാന അതൊരു ഡിപ്ലോമാറ്റിക്. അതെന്താണെന്ന് വെച്ചാൽ 25 ലക്ഷം മലയാളികളുണ്ട് ഗൾഫിൽ എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത്. അതിൽ 15-16 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അതിൽ 10-16-17 ലക്ഷം മലയാളികളായിരിക്കുമല്ലോ, പിന്നെ കുഞ്ഞു കുട്ടികളടക്കം. ഇവിടെ കോൺസുലേറ്റ് ഉണ്ടാകുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമാണ്. ഇപ്പോൾ പുതിയ ജോലിക്കാർക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ മുതൽ വിസകൾ സ്റ്റാമ്പിങ് വരെയൊക്കെ ഇവിടെ നടക്കാം. തന്നെ ഒരു കോൺസുലേറ്റ് വന്നാൽ ലോകത്തിലെ ഈ ഒരു ഭൂപടത്തിൽ
നയതന്ത്ര രംഗത്തൊരു ഭൂപടത്തിൽ കേരളം വന്നു. അപ്പോൾ ഇനി ഒരുപാട് കോൺസെപ്റ്റ് വരാം. അതൊരു പക്ഷേ കേരളത്തിന് ഉപകാരപ്പെടാം, നമ്മളെ ആളുകൾക്ക് ഉപകാരപ്പെടാം. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് എന്ത് കഴിയാം, നമ്മളിപ്പോൾ കോൺസെപ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൂർത്തീകരിക്കാത്തൊരാഗ്രഹം എന്താണ്? അങ്ങനെ എനിക്കങ്ങനെ പൂർത്തീകരിക്കാത്തൊരാഗ്രഹമില്ല. ഒരാഗ്രഹം, ഞങ്ങളുടെ കഅബ ദേവാലയത്തിന് ഉള്ളിൽ കിടക്കണമെന്ന ആഗ്രഹമുണ്ട്. അത് 3 പ്രാവശ്യം കയറി. അങ്ങനെ ഇനിയൊരാഗ്രഹം പൂർത്തീകരിക്കാത്ത കിടക്കുന്നത് ഈ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ദേവാലയമുണ്ട്. അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എനിക്ക് പൂർത്തീകരിക്കാത്തൊരാഗ്രഹം. ഈ ജീവിതം കൂടുതലും പ്രാർത്ഥന? ഞാൻ റിലീജിയസ്, ഞാനൊരു ഡെഡിക്കേറ്റഡ് വിശ്വാസിയാണ്. എല്ലാ മതവിഭാഗപ്പെട്ടവരും അങ്ങനെയാണല്ലോ. വിശ്വാസികൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് എങ്ങനെ പ്രാർത്ഥിച്ചാലും എത്തുന്നത് ഒരാളെ എത്തിക്കണം. ഈ ജീവിതം ഒന്ന് പകർത്തി വെക്കണമെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ചരിത്രം എഴുതാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഒരു ആവശ്യമില്ല, എൻ്റെ ഓട്ടോബയോഗ്രഫി ഞാൻ തന്നെ എഴുതും. അനുഭവങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ നേരത്തെ വായനയ്ക്ക് ഒത്തിരി സമയം കണ്ടെത്തും, എന്തെങ്കിലും എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. എന്തൊക്കെ? അല്ല, വായനയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ ഏത് എന്ന് തോന്നി അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും വായനയല്ലാതെ ഒരു കഥ എഴുതണമെന്നോ? അതൊന്നും തോന്നിയില്ല. ഞാൻ ഇല്ല അതിനുള്ള ഒരു കാലിബർ എനിക്കില്ല. കഥാകാരനല്ല, സിനിമയുടെ തിരക്കഥ എഴുതുന്ന അങ്ങനത്തെ ഒരു കാലിബർ എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ വിശ്വാസമില്ല. സിനിമ നിർമ്മാതാവാണ്. ഒരിക്കലും സിനിമ ഫീൽഡിലേക്ക് ഞാൻ പോവില്ല. അത് മതപരമായ അല്ലല്ല, അത് ഞാൻ സിനിമ കാണാറുണ്ട്, അതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അതിനൊരു കാലിബർ എനിക്കില്ല. കാലിബർ ഉണ്ടെങ്കിലേ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ. മറ്റേതെങ്കിലും പുതിയ മേഖലയിലേക്ക് കടക്കാനുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഒരു എയർലൈൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലൊക്കെ നിങ്ങളൊക്കെ പങ്കാളികളായിരുന്നു ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ. അല്ല, അത് അന്നൊരു ബഡ്ജറ്റ് എയർലൈൻസിന്റെ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് എയർ ഇന്ത്യ തന്നെ അതിന്റെ ബഡ്ജറ്റ് എയർലൈൻസ് തുടങ്ങിയപ്പോൾ പിന്നെ ഇതിന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ? ഞാൻ എൻ്റെ കോർ ലൈൻ ഷോപ്പിംഗ് മോൾ ആൻഡ് മൈ ഹൈപ്പർ മാർക്കറ്റ്, അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കറിയുന്ന ലൈൻ തന്നെ അതൊരു ഓഷ്യനാണ്. ഞാൻ അതിലൊരു ഡ്രോപ്പാണ്. ഇനി ഒരുപാട് കാര്യം ഇനി ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഈ കച്ചവട രംഗത്ത് സ്വയം കച്ചവടക്കാരനായി വിലയിരുത്തുന്നത് കൊണ്ട് പറയാണ്, കച്ചവട രംഗത്ത് ഉയർന്നു വരട്ടെ. മലയാളികൾക്കും ഇന്ത്യക്കും ആകെ അഭിമാനിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ലുലു പ്രസ്ഥാനവും താങ്കളും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.